അപ്പോഴേ പാർലമെന്റിനെ കുറിച്ചാണ്. പാർലമെന്റ് എന്ന പദം ഉത്ഭവിച്ചത് ഏത് വാക്കിൽ നിന്നാണ്? പാർലർ എന്ന അതൊരു ഫ്രഞ്ച് പദമാട്ടാ. പാർലർ എന്ന അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചർച്ച ചെയ്യുക എന്നാണ്. ചർച്ച ചെയ്യുക. പാർലർ എന്നാൽ ചർച്ച ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമനിർമ്മാണ സ്ഥാപനമാണ് പാർലമെന്റ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ സംവിധാനമാണ് പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഭാഗം ഏതാണ്? ആദ്യത്തെ വല്ലതാണോ? അല്ല, ഭാഗം നമ്മൾ 4 കഴിഞ്ഞിട്ട് 5ാമത്തെ ഭാഗത്തിലാണ്. ഓക്കെ, ഭാഗം 5ലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 5ാം ഭാഗത്തിലെ ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ് പാർലമെന്റിന്റെ രൂപീകരണത്തെ കുറിച്ചൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ, കാലാവധിയൊക്കെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ 79 മുതൽ 122 വരെ. ഓക്കെ, ഭാഗം 5ലാണ് പാർലമെന്റിനെ കുറിച്ച് പറയുന്നത്. ഈ ഭാഗം 5ലെ ഏത് ആർട്ടിക്കിൾ മുതലാണെന്ന് ചോദിച്ചാൽ നമ്മൾ 79 മുതൽ 122 വരെയാണ് ഈ പാർലമെന്റിന്റെ രൂപീകരണത്തെ കുറിച്ച്, കാലാവധി, ഇതിന്റെ പ്രവർത്തന രീതി, ഇതിനെക്കുറിച്ചൊക്കെ ഈ 79 മുതൽ 122 വരെയാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ 3 ആളുകൾ ഉൾപ്പെടുന്നതാണ്. 3 ഇത് ആരൊക്കെയാണെന്ന് അറിയാലോ? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. അതെ. ഇന്ത്യൻ രാഷ്ട്രപതി ഈ സഭകളിലെ അംഗമാണോ? രാജ്യസഭയിലെ ലോക്സഭയിലെ അംഗമാണോ ഇന്ത്യൻ രാഷ്ട്രപതി? വൈസ് പ്രസിഡന്റ് ആണ്. രാഷ്ട്രപതി പ്രസിഡന്റ് പക്ഷെ ഈ 2 സഭകളിലെ അംഗമല്ല. മനസ്സിലായോ? അല്ല, ഗവർണർ സ്പീക്കറൊക്കെ ലോക്സഭയിലും രാജ്യസഭയിലും, സ്പീക്കർ ലോക്സഭയിലെ അംഗമൊക്കെയാണ്. പക്ഷെ രാഷ്ട്രപതി ഇരു സഭകളിലും അംഗമല്ല. കേട്ടോ? അപ്പൊ പാർലമെന്റ് എന്ന് പറഞ്ഞ ഈ 3 പേരിനെ കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്: രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. ഓക്കെ, ഇരു സഭകളിലെയും ബില്ലുകൾ നിയമമാകണമെങ്കിൽ ആരിന്റെ അനുമതി ആവശ്യമാണ്? പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമാണ്. ഇന്ത്യൻ പാർലമെന്റ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ദ്വിമണ്ഡലമാണോ, ഏകമണ്ഡലമാണോ, ത്രിമണ്ഡലമാണോ? ദ്വിമണ്ഡലം. രാജ്യസഭയും ലോകസഭയും ദ്വിമണ്ഡലമാട്ടാ. ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് എത്രയാണെന്ന് അറിയാമോ? 11301. 11301 ട്ടാ. 110,001. ഓക്കെ, അപ്പൊ അത് കിട്ടി. അപ്പൊ ഈ ഭരണഘടനയിലെ 5ാം ഭാഗത്തിലെ ഏത് ആർട്ടിക്കിൾ മുതലാണ് ഈ പാർലമെന്റിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ 79 മുതൽ 122 വരെയാണ് ഇതിന്റെ രൂപീകരണവും കാലാവധിയും പ്രവർത്തന രീതിയെ കുറിച്ചൊക്കെ പറയുന്നത്. 5ാം ഭാഗത്തിലെ 79 മുതൽ 122 വരെയാണ്. അപ്പൊ പാർലമെന്റിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം ആർട്ടിക്കിൾ 79 ആണ്. ആർട്ടിക്കിൾ 79 ആ തുടക്കത്തിൽ ആർട്ടിക്കിൾ തന്നെയാണ്. പാർലമെന്റ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം. രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം എത്രയാണ് അപ്പോ? 80. അപ്പൊ ലോക്സഭ എത്രയായിരിക്കും? 81. ഓക്കെ, അപ്പൊ 79 നമ്മൾ പാർലമെന്റ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം. 80 ആദ്യം രാജ്യം വരും. അപ്പൊ രാജ്യസഭ 80, പിന്നെയാണ് ലോകം വരുന്നത്. ഇപ്പൊ ലോക്സഭ 81. ഇനി പാർലമെന്റ് മന്ദിരത്തിനെ കുറിച്ചാണ്. പാർലമെന്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. പഴയ പാർലമെന്റിന്റെ ആകൃതി എന്താണ്? ത്രികോണമാണോ, വൃത്തമാണോ, ദീർഘവൃത്തമാണോ? അല്ല, പഴയ പാർലമെന്റ് ദീർഘവൃത്തമാണ്. ദീർഘവൃത്തം. നമ്മൾ പെട്ടെന്ന് വൃത്തമാണെന്ന് വിചാരിക്കും, പക്ഷെ ദീർഘവൃത്തമാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ത്രികോണം. പുതിയതാണ് ത്രികോണ ആകൃതിയിൽ. പഴയ ഇത് ദീർഘവൃത്താകൃതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തി എന്നെ കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? കേക്കാമോ? പൂർ കണക്ഷൻ കാണിക്കുന്നത്. പൂർ കണക്ഷൻ കേൾക്കുന്നത്. പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആരാണെന്ന് പറയും? എഡ്വിൻ ലൂട്ടിൻസും പിന്നൊരാളുകളുടെ പേര് നമ്മൾ ഇതിനോട് ചേർത്ത് പറയും, ഹെർബർട്ട് ബേക്കർ. അപ്പൊ ഈ പഴയ പാർലമെന്റ് മന്ദിരം ഇല്ലേ, നമ്മൾ വാർത്തകളിൽ കാണുന്ന ആ ദീർഘവൃത്താകൃതിയിലുള്ളത്, അത് എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? ഈ സൈമൺ കമ്മീഷൻ വന്ന
വന്ന സമയമാണത്. 28 അല്ലേ? അല്ല വന്ന സമയമല്ല, രൂപീകരിച്ച സമയം ബ്രിട്ടനിൽ. 27 കേട്ടാ. വന്നത് 28 കറക്റ്റ് അല്ലേ? സൈമൺ കമ്മീഷൻ 27 രൂപീകരിച്ചത്. ആ വർഷമാണ് 1927 ജനുവരി 18 പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ജനുവരി 18 പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഇനി അത് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഇർവിൻ പ്രഭുവാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇനി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെട്ടിരുന്ന ഒരു പദ്ധതി പേര് പറയും നമ്മൾ. എന്ത് വിസ്ത പ്രൊജക്ട് എന്നാ പറയാ? സെൻട്രൽ വിസ്ത പ്രൊജക്ട് എന്നാ പറയാ. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഏത് കമ്പനിയാണ്? ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡ്. ഇനി ഇതിന്റെ ആകൃതി എന്താണെന്നാ പറഞ്ഞത്? പുതിയ ത്രികോണാകൃതി. ഇതിന് എത്ര നിലകളുണ്ട്? എത്ര സ്റ്റോറി ഉണ്ട്? 3 നിലകളാണ്. 3 അതോ 4? മൊത്തത്തിൽ 4 ഉദ്ദേശിച്ചത്. 3 നിലകൾ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ അടക്കം ആണോ? അതാണോ ഇതില് 3 നില? ഗ്രൗണ്ട് ഫ്ലോർ കൂട്ടിയിട്ട് 4 വരും തോന്നുന്നു. ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് 2020 ഡിസംബർ 10 ഡിസംബർ 10. ഓക്കെ. അപ്പൊ നമ്മളെ പഴയ പാർലമെന്റ് മന്ദിരം ഏത് വർഷം ഡേറ്റിനുമാണ് ഇർവിൻ പ്രഭു ഉദ്ഘാടനം ചെയ്തത് നമ്മൾ പറഞ്ഞു? 1927 ജനുവരി 18. 2 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് അത് രൂപകൽപ്പന ചെയ്തത്? 2 പേര്. എഡ്വിൻ ലൂട്ടിൻസും. പഴയ മന്ദിരത്തിന്റെ ആകൃതി എന്താണ്? ദീർഘവൃത്താകൃതിയാണ്. ഇപ്പൊ പുതിയ പ്രൊജക്ട് ഇന്ത്യൻ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെട്ടിരുന്നത് എന്താണ്? ഇത് നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡ്. അപ്പോ അതാണ്. ഇനി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം അതാണ്. 1956 ഒരു നിയമമാണ്. കമ്പനീസ് ആക്ട് ആണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ. അത് 1956 കമ്പനീസ് ആക്ട് ആണ്. ഓക്കെ. ഇനി കുറച്ച് പാർലമെന്റിനെ കുറിച്ച് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പാർലമെന്റുകളുടെ ഹലോ പറഞ്ഞോ. പുതിയ പാർലമെന്റ് രൂപകൽപ്പന ചെയ്തവരാന്ന് പറഞ്ഞത് എന്താണ് അത് പറഞ്ഞോ? അത് ഇതിൽ കൊടുത്തിട്ടില്ല. പുതിയ പാർലമെന്റ് ഇത് രൂപകൽപ്പന ചെയ്യുന്നില്ലേ, അത് ബിമൽ പട്ടേൽ എന്ന് പറഞ്ഞ ആളാ. പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് 2023 മെയ് 28 അല്ലേ? ഓക്കെ. അപ്പൊ പാർലമെന്റിന്റെ കുറച്ച് പൊതുവായിട്ട് പാർലമെന്റുകളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ഏത് പാർലമെന്റാണ്? ബ്രിട്ടീഷ്. ഓക്കെ. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ബ്രിട്ടീഷ് പാർലമെന്റിനെ? ജോൺ ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ജോൺ ബ്രൈറ്റ് ആണ് ഈ ബ്രിട്ടീഷ് പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ബ്രൈറ്റ് ആണ്. ഇനി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ഏതാണ്? ഗ്രീസ് അല്ല, ഐസ്ലൻഡ് ആണ്. ആൾത്തിങ് ആണ്. ALTHING ആൾത്തിങ്. ഐസ്ലൻഡിന്റെ ആണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ആൾത്തിങ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ആരിന്റെ ആയിരിക്കും? ഇന്ത്യയുടെ അല്ല, ചൈനയുടെ. വലുത് ചൈനയുടെയാണ്. ഓക്കെ. ഏറ്റവും വലിയ പാർലമെന്റ് ചൈനയുടെ. നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ചൈനയുടെയാണ്. ഇനി സൗരോർജ്ജത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് ഏത് രാജ്യത്തിന്റെയാണ്? പാകിസ്ഥാന്റെയാണ് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ്. ഇനി രാജ്യസഭനെ കുറിച്ചാണ്. രാജ്യസഭയുടെ മറ്റ് പേരുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഉപരിസഭ എന്നുണ്ട്, സെക്കൻഡ് ചേംബർ ഉണ്ട്, ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്, മുതിർന്നവരുടെ സഭ.
കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. പിന്നെ കൗൺസിൽ ഓഫ് ഒന്നുകൂടി പറയും, സ്റ്റേറ്റ്സും പറയും, സ്റ്റേറ്റുകളുടെ സഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയും. അപ്പൊ ഇത്രയും പേരുകളുടെ ഉപരിസഭ എന്ന് പറയും. പിന്നെ സെക്കൻഡ് ചേംബർ എന്ന് പറയും, ഹൗസ് ഓഫ് എൽഡേഴ്സ്, പിന്നെ ഹൗസ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയും. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3. ഓക്കെ, 1952 ഏപ്രിൽ 3 രാജ്യസഭയിൽ ആദ്യമായി സമ്മേളനം നടന്നത് എപ്പോഴാണെന്ന് അറിയാവോ? 52 മെയ് 13. 52 മെയ് 13 കേട്ടോ. 52 മെയ് 13 ഇനി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന പേര് ആദ്യമായിരുന്നു. അത് മാറ്റിയിട്ട് രാജ്യസഭ എന്ന ഹിന്ദി നാമം സ്വീകരിച്ചത് അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞ് 1954 ഓഗസ്റ്റ് 23 എല്ലാത്തിലും 3 ഉണ്ട്. അപ്പൊ ഇത് രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3. രാജ്യസഭയിൽ ആദ്യമായി സമ്മേളനം നടന്നത് 52 മെയ് 13. ഇനി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. ആ പേര് മാറ്റി രാജ്യസഭ എന്ന ഹിന്ദി നാമം സ്വീകരിച്ച 54 ഓഗസ്റ്റ് 23. ഇനി രാജ്യസഭ അംഗമാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനാകണോ? പൗരൻ പൗരനായിരിക്കും. 30 വയസ്സ് തികഞ്ഞിരിക്കും. ഓക്കെ. ഇത് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് പരോക്ഷമായ രീതിയാണോ പ്രത്യക്ഷമായ രീതിയാണോ? പരോക്ഷമായ രീതി. പരോക്ഷമായ രീതിയാണ്. ഓക്കെ, പരോക്ഷമായ രീതിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒന്ന് വായിച്ചത് ജസ്റ്റ് ഈ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ച് ആരാണ് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായത്? ജോൺ ബ്രൈറ്റ്. പിന്നെ ഐസ്ലൻഡിന്റെ ആൾത്തിങ് എന്ന പാർലമെന്റിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും പഴക്കം ചെന്ന. ഓക്കെ, അപ്പൊ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാന് ഒരു വിശേഷണമുണ്ട്. അതെന്താണ്? സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന പാർലമെന്റ്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ചൈന, നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നറിയും. അപ്പൊ ഇതാ പറഞ്ഞ രാജ്യസഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി പരോക്ഷമായ തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞു നമ്മൾ. ഇനി സംസ്ഥാന നിയമസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധികൾ എന്ന് വെച്ചാൽ MLA മാർ അവരവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ രാജ്യസഭ തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യ രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഈ ആനുപാതിക പ്രാതിനിധ്യം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലെ ജനസംഖ്യയ്ക്ക് അനുപാതികമായിട്ട് 2ാം മണ്ഡലത്തിലേക്കുള്ള പ്രാതിനിധ്യം അനുവദിക്കുന്നു. ഇത് പ്രകാരം കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെ 2ാമത്തെ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഇടത്തുനിന്ന് ആളുകൾക്ക് കൂടുതൽ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അംഗങ്ങളെ 2ാമത്തെ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പ് രീതി ഇന്ത്യ കടമെടുത്തത് ഒരു രാജ്യത്തു നിന്നാണ്, വേറൊരു രാജ്യത്തു നിന്നാണ്, ഒരു ആഫ്രിക്കൻ രാജ്യത്ത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പ് രീതി കടമെടുത്ത രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ഇനി രാജ്യസഭയിൽ പരവതാനി ഇല്ലേ, അതിന്റെ നിറം എന്താണ്? ചുവപ്പാണ്. ഓക്കെ. ഇനി രാജ്യസഭ സീറ്റുകളെ പറ്റിയിട്ടാണ്. രാജ്യസഭയിലേക്ക് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള സീറ്റ് വിഭജനത്തെ പറ്റി അനുശാസിക്കുന്നത് ഭരണഘടനയിലെ എത്രാമത്തെ പട്ടികയിലാണ്? പട്ടികയിൽ നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. 4ാമത്തെ പട്ടികയിലാണ്. ഇനി രാജ്യസഭയിൽ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ആകൃതി ഉണ്ട്. സെമി സർക്കിൾ രീതി കേട്ടോ. സെമി സർക്കിൾ ആകൃതിയിലാണ്, അർദ്ധവൃത്താകൃതിയിലാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭ സീറ്റുകൾ ഉള്ള സംസ്ഥാനം ഏതായിരിക്കും? അപ്പോൾ കൂടുതൽ ജനസംഖ്യ യു പി ആണ്. അതന്നെ, ഏറ്റവും കൂടുതൽ യു പി ആണ്. 31 സീറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യസഭ സീറ്റുകളുള്ള സംസ്ഥാനം യു പി ആണ്. 31 സീറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യസഭ സീറ്റുള്ള 2ാമത്തെ സംസ്ഥാനം ഏതായിരിക്കും? മഹാരാഷ്ട്ര. ജനസംഖ്യ അടിസ്ഥാനത്തിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ മഹാരാഷ്ട്ര കേട്ടോ, 19 സീറ്റ് ഉണ്ട്. കേരളത്തിലെ രാജ്യസഭ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 9 സീറ്റുകളാണ്. ഇനി രാജ്യസഭയിലേക്ക് കുറെ സംസ്ഥാനങ്ങളിൽ 1 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? നാഗാലാൻഡ്, ഗോവ, മേഘാലയ, ത്രിപുര, ഒരാള് പറയാമോ? ആരെങ്കിലും ഒരാള് പറയാമോ? നമ്മുടെ സിക്കിമും ഗോവയും ബാക്കി 7 ബാക്കി 7 ഇല്ല.
ബാക്കി 7 ഇല്ല. പിന്നാത്ത ആസാം. അവിടുത്തെ ആസാമില്ലേ, ആസാമില്ല. അത് വലിയ അത്യാവശ്യം ജനസംഖ്യ തിരക്കുള്ള സംസ്ഥാനമാണ്. അത് കൂട്ടാൻ പറ്റില്ല. ബാക്കി അവിടുത്തെ ആ നമ്മുടെ വടക്ക് കിഴക്കനിലെ എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട്. മിസോറാം, മണിപ്പൂര്, ഓക്കെ. അരുണാചൽ പ്രദേശ്, സിക്കിം, ഗോവ, നാഗാലാൻഡ്, ത്രിപുര, മേഘാലയ. ഓക്കെ, കിട്ടുന്നുണ്ടോ? 1 2 3 4 5 6 7 8 എണ്ണം. അവിടെ നിന്ന് 6 എണ്ണവും പിന്നെ സിക്കിം ഉണ്ട്, ഗോവയും ഉണ്ട്. അവിടെ ആസാം മാത്രമല്ലേ ഒഴിവാക്കിയിട്ടുള്ളൂ. അവിടെ ആസാം മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. അവിടെ കുറച്ച് ജനസംഖ്യ കൂടുതലാണ്. അപ്പോൾ അവിടെ ആസാം മാത്രം. ബാക്കി ഇതിനെല്ലാം ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ രാജ്യസഭയിൽ. മിസോറാം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, സിക്കിം, ഗോവ, നാഗാലാൻഡ്, ത്രിപുര, മേഘാലയ. ഓക്കെ. ഇനി രാജ്യസഭാ സീറ്റുകൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, ജമ്മു കാശ്മീരുണ്ടോ? അല്ല, ആ, ജമ്മു കാശ്മീർ ഉണ്ട്. ഡൽഹി 3 എണ്ണമാണ്, പുതുച്ചേരി 1 ജമ്മു കാശ്മീർ 4 എണ്ണമാണ്. ഇനി രാജ്യസഭയിലെ പരമാവധി സീറ്റുകളുടെ എണ്ണം 250 പരമാവധി. ഓക്കെ, 250 സീറ്റാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ, തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ എണ്ണം എത്ര ഉണ്ടാവും? 238. 238. 12 പേരിനല്ലേ നാമനിർദ്ദേശം ചെയ്യുന്നത്. അപ്പൊ 238. പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നത് 12 പേരെ, ബാക്കി തെരഞ്ഞെടുക്കുന്നത് 238 പേരെ. കിട്ടിയോ? ഓക്കെ. പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നത് ഏതൊക്കെ മേഖലയിൽ നിന്നുള്ളവരെയാണ്? കല, ശാസ്ത്രം, സാമൂഹ്യ സേവനം, സാഹിത്യം. ഇതാണ് കൊടുത്തിരിക്കുന്നത്. കല, ശാസ്ത്രം, സാമൂഹ്യ സേവനം, സാഹിത്യം. ഇനി രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം എന്ന ഈ ആശയം കടമെടുത്ത ഒരു രാജ്യത്തു നിന്നാണ് ഇന്ത്യ. അത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ. നിലവിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം, ഇപ്പോഴത്തെ എണ്ണം 245. നിലവിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 245. 245. ഇത് കഴിഞ്ഞ വർഷം 2022 ഇനിയിപ്പോ അത് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ അല്ലേ? നിലവിൽ എന്നാലും അതിൽ കുറവല്ലേ, 238 എങ്ങാണ്ടാണല്ലോ ഇപ്പം. ആണോ? അപ്പൊ അത് വിട്ടേക്ക്. നിലവിലെ അത് 238 എലക്റ്റഡും വേറത് ഇല്ലേ? അതൊന്നും നോക്കി എനിക്കറിയാം. അത് നോക്കാട്ടോ. നിലവില് 238 ഓക്കെ. അപ്പൊ ഇത്ര നേരം പറഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളെ രാജ്യസഭ സീറ്റുകൾ രാജ്യസഭയിൽ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്ന ആകൃതി എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? അർദ്ധവൃത്താകൃതിയാണ്. ഇനി ഈ രാജ്യസഭയിലേക്ക് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്രപ്രദേശങ്ങളിൽ നിന്നുള്ള സീറ്റ് വിഭജനത്തെ പറ്റി അനുശാസിക്കുന്ന ഏത് പട്ടികയിലാണ്? 4-ാമത്തെ പട്ടിക. അപ്പൊ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ ഉള്ള സംസ്ഥാനം ഏതാണെന്നാ പറഞ്ഞത് നമ്മള്? എത്ര സീറ്റാണെന്ന് പറഞ്ഞു നമ്മള്? 31. രണ്ടാമതായിട്ട് വരുന്ന സംസ്ഥാനം ഏതാണെന്നാ പറഞ്ഞത്? 19. കേരളത്തിൽ രാജ്യസഭാ സീറ്റുകൾ എത്ര ഉണ്ടെന്നാ പറഞ്ഞത്? ഇനി ഒരു സീറ്റ് മാത്രമായിട്ടുള്ളത് നമുക്ക് ആ ഒരു മാപ്പിന്റെ അടിസ്ഥാനത്തിൽ നോക്കി പറയാൻ പറ്റുമോ? സിക്കിം, ഗോവ, പിന്നെ പിന്നെ മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, അരുണാചൽ പ്രദേശ്, ത്രിപുര, അരുണാചൽ പ്രദേശ്. ആസാം ഒഴിവാക്കണം കേട്ടാ. ആ ഭാഗത്ത് ആസാം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം പറയാം. പിന്നെ സിക്കിമും ഗോവയും. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പം അത് കിട്ടി. ഇനി രാജ്യസഭയിലെ ചെയർമാനെയും ഡെപ്യൂട്ടി ചെയർമാനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 89. രാജ്യസഭയിലെ ചെയർമാനെയും ഡെപ്യൂട്ടി ചെയർമാനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 89. ഇനി ലോക്സഭാ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് 93.
93 കറക്റ്റാണ്, 93. ഓക്കെ. ഇനി രാജ്യസഭാ ചെയർമാനെ കുറിച്ചാണ് പറയുന്നത്. രാജ്യസഭാ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭ ചെയർമാൻ. ഓക്കെ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിലെ ചെയർമാൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. 63 അല്ല 64. 64ആണ്. ഓക്കെ, 64ആണ്. ഉപരാഷ്ട്രപതി പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ ചെയർമാൻ പദവി മറ്റൊരംഗത്തിന് നൽകപ്പെടും. ഇത് രാജ്യസഭാ ചെയർമാൻ പദവി മറ്റൊരംഗത്തിന് നൽകപ്പെടും. ഈ ഉപരാഷ്ട്രപതിയാണ് ഇതിന്റെ ചെയർമാൻ ആൾറെഡി. അപ്പോൾ അദ്ദേഹം പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ പദവി വേറൊരാൾക്ക് കൈമാറും. ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ രാജ്യസഭാ ചെയർമാൻ ആരാണ് അപ്പോ? ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് ആർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വേറൊരു പേരിൽ അറിയപ്പെടുന്നു, രാജ്യസഭയുടെ അതെ, രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇങ്ങനെ വിളിച്ചത് ഒരു വ്യക്തിയാണ്, നമ്മുടെ മെയിൻ ഒരു വ്യക്തിയാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇദ്ദേഹത്തിന് രാജ്യസഭയുടെ പിതാവ് എന്ന് വിളിച്ചത്. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരാണ്? ഹമീദ് അൻസാരി കേട്ടോ. ഒരു ദിവസവും മറ്റേ രാധാകൃഷ്ണനെക്കാളും കൂടും അല്ലേ? ഒരു ദിവസവും മറ്റേ കൂടും. അതാണ് ഹമീദ് അൻസാരി കേട്ടോ. ഇനി ഏറ്റവും കുറവ് കാലം രാജ്യസഭാ ചെയർമാൻ ആയിരുന്ന വ്യക്തി? വി വി ഗിരിയാ, കറക്റ്റ് കേട്ടോ, വി വി ഗിരി. രാജ്യസഭാ ചെയർമാൻ ആയ മലയാളി? അത് കെ.ആർ. നാരായണൻ. അതെ, ഉപരാഷ്ട്രപതി ആയിട്ടുണ്ടല്ലോ, കെ.ആർ. നാരായണനാണ്. നിലവിലെ രാജ്യസഭാ ചെയർമാൻ ആരാണ്? ജഗദീപ് ധൻഖർ. ഇദ്ദേഹം എത്രാമത്തെയാണ്? 14ാമത്തെ. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിലെ ചെയർമാൻ എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ നമ്മൾ പറഞ്ഞത്? 64. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി രാധാകൃഷ്ണൻ രാജ്യസഭയുടെ പിതാവ് എന്ന് വിളിച്ചത് ആരാണെന്ന് പറഞ്ഞത്? നെഹ്റു. ഓക്കെ. ഇനി ഡെപ്യൂട്ടി ചെയർമാനെ കുറിച്ചാണ്. രാജ്യസഭാ ചെയർമാന്റെ അഭാവത്തിൽ രാജ്യസഭയുടെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഈ ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പൊ നമ്മൾ രാജ്യസഭാ ഉപാധ്യക്ഷനും ചിലയിടത്ത് കാണും കേട്ടോ, അപ്പൊ കൺഫ്യൂഷൻ ആകരുത്. ഈ ഉപാധ്യക്ഷനും ഡെപ്യൂട്ടി ചെയർമാനും അതന്നെ ഒരേ ഇതാണ്. ഓക്കെ. രാജ്യസഭ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ. ഡെപ്യൂട്ടി ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലെ അംഗങ്ങളിൽ നിന്നാണ്. ഓക്കെ. രാജ്യസഭയിലെ മറ്റംഗങ്ങൾ ചേർത്ത് തെരഞ്ഞെടുക്കുന്നതാണ് ഈ ഡെപ്യൂട്ടി ചെയർമാനെ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാന് സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, രാജ്യസഭാംഗത്വം ഇല്ലാതായാൽ ആ സ്ഥാനം നഷ്ടപ്പെടാം, രാജിവെച്ചാൽ ആ സ്ഥാനം നഷ്ടപ്പെടാം. ഓക്കെ. രാജ്യസഭയിലെ ഒന്നാമത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഈ ഡെപ്യൂട്ടി ചെയർമാൻ എസ് വി കൃഷ്ണമൂർത്തി. എസ് വി കെ റാവു കേട്ടോ. എസ് വി കൃഷ്ണമൂർത്തി റാവു ആണ് എസ് വി കെ റാവു. ഇനി ചെയർമാൻ ഉള്ള സന്ദർഭത്തിൽ ഈ ഡെപ്യൂട്ടി ചെയർമാൻ ഉള്ള സന്ദർഭത്തിൽ ഈ ഒരു സാധാരണ അംഗത്തിന്റെ വിലയെ ഇദ്ദേഹത്തിനുള്ളൂ, ഈ ഡെപ്യൂട്ടി ചെയർമാന്. ഈ സാഹചര്യത്തിൽ ഡെപ്യൂട്ടി ചെയർമാൻ സഭയിൽ സംസാരിക്കാനും വോട്ട് രേഖപ്പെടുത്താനും സഭാ നടപടികളിൽ ഭാഗമാക്കാനും സാധിക്കും എന്നാ പറയുന്നത്. ചെയർമാൻ ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ ഉപരാഷ്ട്രപതി ഉള്ള സമയത്ത് ഇദ്ദേഹത്തിന് സാധാരണ ഒരു അംഗത്തിന്റെ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. ഇല്ലാത്ത സമയത്താണ് ഇദ്ദേഹത്തിന് ആ ഒരു അധ്യക്ഷത വഹിക്കേണ്ട കാര്യം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി രാജ്യസഭ ഉപാധ്യക്ഷരായിട്ടുള്ള വനിതകൾ ആരൊക്കെയാണെന്ന് അറിയാമോ? ഒരാൾ നമ്മുടെ പ്രസിഡന്റായ വനിതയാണ്, പ്രതിഭ പാട്ടീൽ ഉണ്ട്, നജ്മ ഹെപ്തുള്ള ഉണ്ട്, പിന്നെ ഒരു നിറത്തിന്റെ പേര് വയലറ്റ് എന്ന് പറഞ്ഞിട്ട് വയലറ്റ് ആൽവ. അപ്പൊ ഒന്നാമത്തെ ഉപാധ്യക്ഷ ആരാണെന്ന് ചോദിച്ചാൽ ഈ വയലറ്റ് ആൽവ കേട്ടോ. വയലറ്റ് ആൽവ ഉണ്ട്. ഈ 3 പേരാണ് രാജ്യസഭ ഉപാധ്യക്ഷരായിട്ടുള്ള വനിതകൾ. വയലറ്റ് ആൽവ, നജ്മ ഹെപ്തുള്ള, പ്രതിഭ പാട്ടീൽ. ഒന്നാമത്തെ വനിതാ ഉപാധ്യക്ഷ ആരാണെന്ന് ചോദിച്ചാല് വയലറ്റ് ആൽവ. അപ്പൊ ഈ 3 പേർക്ക് ഓരോ പ്രത്യേകതയുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ തവണ അല്ലെങ്കിൽ കാലം
രാജ്യസഭ ഉപാധ്യക്ഷയായ വനിത ആരാണ്? നജ്മ ഹെപ്തുള്ള. അപ്പൊ അത് അദ്ദേഹം 4 തവണ ആയിട്ടുണ്ട്. അവർ 4 തവണ ആയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ആ കാലം. ഇനി രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായ ശേഷം രാഷ്ട്രപതിയായ വനിത ആരാണ്? ഓക്കെ, പ്രതിഭ പാട്ടീൽ. അപ്പൊ ഈ 3 പേർക്ക് 3 വനിതകളായിട്ടുള്ളത് 3 പേർക്ക് ഓരോ പ്രത്യേകതയുണ്ട്. അപ്പൊ വയലറ്റ് ആൽവിന്റെ പ്രത്യേകത എന്താണെന്നാ പറഞ്ഞു നമ്മള്? ആദ്യത്തെ വനിത. നജ്മ ഹെപ്തുള്ളന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ തവണ, അത് പിന്നെ കാലം 4 തവണ ആയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കാലം. പിന്നെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാന് ശേഷം രാഷ്ട്രപതിയായ വനിതയാണ് പ്രതിഭ പാട്ടീൽ. ഇനി രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായ മലയാളികൾ 2 പേരുണ്ട്. പി ജെ കുര്യൻ ഉണ്ട്. 2 ക്രിസ്ത്യൻ നെയിമാണ്. എം ജേക്കബും പി ജെ കുര്യനും. കറക്റ്റ് ആണ്. ഓക്കെ. അതിൽ തന്നെ ഈ എം ജേക്കബിന് ഒരു പ്രത്യേകത, ഏറ്റവും കുറച്ചു കാലം ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് എം ജേക്കബ്. ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളിയുമാണ് എം ജേക്കബ്. നിലവിലെ രാജ്യസഭ ഉപാധ്യക്ഷൻ ആരാണ്? ഹരിവംശ് നാരായണൻ സിംഗ് ട്ടാ. അപ്പൊ രാജ്യസഭയിലെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനാണോ നമ്മൾ പറഞ്ഞു. ചെയർമാൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഉപരാഷ്ട്രപതിയും, ഡെപ്യൂട്ടി ചെയർമാൻ ഈ രാജ്യസഭയിലെ അംഗങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആളാണ്. ഇപ്പൊ ചെയർമാൻ ഇല്ലാത്ത അവസരങ്ങളിൽ അത് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആൾ തന്നെയാണ്. ചെയർമാൻ ഉള്ള സമയത്ത് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല, സാധാരണ അംഗങ്ങളെ പോലെ തന്നെയായിരിക്കും ഈ ഡെപ്യൂട്ടി ചെയർമാൻ അഥവാ ഉപാധ്യക്ഷൻ. ഓക്കെ, കിട്ടിയോ? അപ്പൊ നിലവിലെ നമ്മൾ ധൻകറിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ്? 14ാമത്തെ. ഓക്കെ, 14ാമത്തെ. ഓക്കെ. ഇനി കുറച്ച് രാജ്യസഭ നേതാവ് എന്ന് പറയുന്നുണ്ട്. ഈ രാജ്യസഭയിൽ ഈ 2 കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ. ഗവേണിംഗ് ബോർഡിന്റെ ഭാഗമായിട്ട് വരുന്ന അധികാരങ്ങൾ 2 നമ്മൾ പറഞ്ഞു. ഇനി രാജ്യസഭ നേതാവ് എന്ന് പറയും, അതെന്താ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? അറിയില്ല. രാജ്യസഭയിൽ ഭരിക്കുന്ന പാർട്ടിയില്ലേ, ഭരിക്കുന്ന പാർട്ടിയിലെ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതാണ് ഈ രാജ്യസഭാ നേതാവ്. രാജ്യസഭയിലെ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാംഗമായ ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കും. ഓക്കെ. നിലവിൽ രാജ്യസഭയുടെ നേതാവ് പീയൂഷ് ഗോയലാണ്. അത് മാറിയോ ഇപ്പോ? ഇല്ലല്ലോ. നിലവിൽ രാജ്യസഭയിലെ നേതാവ് പീയൂഷ് ഗോയലാണ്. ആദ്യത്തെ രാജ്യസഭാ നേതാവ് ആരാണ്? എൻ ഗോപാലസ്വാമി അയ്യർ. ഇത് കൺഫ്യൂഷൻ ആകണ്ട നിങ്ങൾക്ക്, മറ്റേ ഉപാധ്യക്ഷനും അധ്യക്ഷനും ഒക്കെ പറയുമ്പോൾ. ഇത് നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു പ്രധാന അംഗമായിരിക്കും. ഓക്കെ. പിന്നെ ഇദ്ദേഹത്തിന് അവിടെ പാർലമെന്റിൽ എടുക്കുന്ന നിയമത്തിലോ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ അംഗങ്ങളുടെ പാർട്ടിയിൽ, ഇപ്പോൾ BJP ആണെങ്കിൽ BJP, കോൺഗ്രസ് ആണെങ്കിൽ ആ കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് തീരുമാനം എടുക്കാനും പാർട്ടിപരമായിട്ട് എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഈ രാജ്യസഭാ നേതാവ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയിലെ നേതാവായിരുന്ന വ്യക്തി ആരാണ്? മുൻ പ്രധാനമന്ത്രിയാണ്. മുൻ മൻമോഹൻ സിംഗ് ആട്ടാ. മൻമോഹൻ സിംഗ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഈ കാര്യം രാജ്യസഭാ നേതാവ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഭരിക്കുന്ന രാജ്യസഭയിലെ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാംഗമായ ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കും. കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയിൽ ഒരു മെയിൻ അംഗമായിരിക്കുമല്ലോ. ഓക്കെ. നിലവിലെ രാജ്യസഭയിലെ നേതാവ് ആരാണെന്ന് നമ്മൾ പറഞ്ഞത്? പീയൂഷ് ഗോയൽ. ഓക്കെ. ഇനി ആദ്യത്തെ രാജ്യസഭ നേതാവ് ആരാണെന്നാ പറഞ്ഞ? ആദ്യത്തെ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. അയ്യങ്കാറാണ്. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയിലെ നേതാവായിരുന്ന വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അപ്പൊ ഇനി അടുത്തൊരു പദവി കൂടി വരുന്നുണ്ട്, സെക്രട്ടറി ജനറൽ. ഓക്കെ. അപ്പൊ ഈ നമ്മുടെ പാർലമെന്റിൽ ഈ അധ്യക്ഷൻ എന്ന് പറയില്ലേ, അതിന്റെ താഴെ നമ്മൾ അധ്യക്ഷൻ എപ്പോഴും അതിന്റെ താഴെ നമ്മൾ പറയുന്നൊരു ഇതാണല്ലോ സെക്രട്ടറി. ആ സെക്രട്ടറി ജനറലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രാജ്യസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആരാണ്? ആദ്യ സെക്രട്ടറി ജനറൽ എസ് എൻ മുഖർജിയാണ് ആദ്യ സെക്രട്ടറി ജനറൽ, രാജ്യസഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ. ഈ സെക്രട്ടറി പറഞ്ഞാൽ മനസ്സിലായില്ലേ?
ഈ അധ്യക്ഷൻ, മനസ്സിലായി. ഉപാധ്യക്ഷൻ, പിന്നെ ഈ അധ്യക്ഷന്റെ താഴെ ഉണ്ടാകുന്ന സെക്രട്ടറി, ഈ ഗവൺമെന്റ് എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്വം കാര്യനിർവഹണ ഏറ്റെടുക്കുകയും ഉദ്യോഗസ്ഥൻ. കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നിർവഹണ ഉദ്യോഗസ്ഥനാണ് ആ സെക്രട്ടറിയാണ്. ഇത് ഭരണപരമായിട്ടുള്ള ഈ പാർട്ടിപരമായിട്ടുള്ള ആ ഒരു ഇതല്ല, ഗവേണിംഗ് ആയിട്ടുള്ള ഒരു പദവിയാണ്. ഓക്കെ, ഗവേണിംഗ് ആയിട്ടുള്ള പദവിയാണ്. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വനിത ആരാണ്? വി എസ് രമാദേവി, വി എസ് രമാദേവി. വി എസ് രമാദേവി. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തി? വി എസ് രമാദേവിയോ? ഏറ്റവും കൂടുതൽ കാലം ഒരു ബി എൻ ബാനർജി ആട്ടാ. ബി എൻ ബാനർജി അല്ലേ? ബി എൻ ബാനർജി. ഓക്കെ. ഏറ്റവും കുറച്ചു കാലം രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിയാണ് എസ് എസ് സൊഹോനി. സോഹോനി. കേട്ടിട്ടില്ലേ ഇത്? എസ് എസ് സൊഹോനി. ഇനി നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ എല്ലാവർക്കും അറിയാം, പി സി മോദി. പി സി മോഡിയാണ്. അപ്പൊ അതൊക്കെ. അപ്പൊ രാജ്യസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആരാണെന്നാ പറഞ്ഞത് നമ്മള്? എസ് എൻ മുഖർജി. ആദ്യ വനിത, ഈ സെക്രട്ടറി ജനറലായ ആദ്യ വനിത വി എസ് രമാദേവി. വി എസ്. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തി? ബി എൻ ബി എൻ ബാനർജി. ഏറ്റവും കുറച്ചു കാലം രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തി? എസ് എസ് സൊഹോനി. ഇനി ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്, പാർലമെന്റ് അംഗത്തിന്റെ യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അനുച്ഛേദം 84. കറക്റ്റ്. ഇനി കുറച്ച് രാജ്യസഭയിലേക്ക് നമ്മൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തികളുടെ അതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, പ്രസിഡന്റ് ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത വനിത ആരാണ്? രുക്മിണി ദേവി അരുണ്ടേൽ. ഇനി പ്രസിഡന്റ് ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത സിനിമാ നടൻ? പൃഥ്വിരാജ് കപൂർ. സിനിമാ നടൻ നമ്മൾ മലയാള പൃഥ്വിരാജിനെ ഓർത്താൽ മതി. പൃഥ്വിരാജ് കപൂർ. ഇനി പ്രസിഡന്റ് ആദ്യമായിട്ട് നാമനിർദ്ദേശം ചെയ്ത സിനിമാ നടി? നർഗിസ് ദത്ത്. ഓക്കെ. ഇനി പ്രസിഡന്റ് ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത കവി? മൈഥിലി ശരൺ ഗുപ്ത. ഇനി പ്രസിഡന്റ് ആദ്യമായിട്ട് 2003 നാമനിർദ്ദേശം ചെയ്ത ഒരു കായിക താരമുണ്ട്, ഒരു സിംഗാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെയാണ് നമ്മൾ സച്ചിൻ പഠിക്കുന്നത്. ആദ്യത്തെ ഒരു സിംഗ് ഉണ്ട്, ദാരാ സിംഗ്. 2003 ഇദ്ദേഹം എന്ത് താരമാണെന്ന് അറിയോ? ഗുസ്തി താരമാണ്. ഇനി 2012 രണ്ടാമതായിട്ട് നാമനിർദ്ദേശം ചെയ്ത ഒരു കായിക താരമുണ്ട്, അറിയാലോ, സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിന് 2012 അതെ, സച്ചിൻ ടെണ്ടുൽക്കർ 2012. 2003 ദാരാ സിംഗിനാണെങ്കിൽ 2012 കായിക താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഇനി പ്രസിഡന്റ് ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത വനിതാ കായിക താരമുണ്ട് 2016. മേരി കോം 2016. ഇനി മൊത്തം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളികളുടെ എണ്ണം എത്രയാണ്? 7. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എന്തെങ്കിലും പറഞ്ഞോ? ഇപ്പൊ 8 ആയില്ലയോ? പി ടി ഉഷയൊക്കെ വന്നില്ലേ? പി ടി ഉഷ കൂട്ടിയിട്ടല്ലേ 7 8 ഓക്കെ 8. പക്ഷെ ഇതിൽ കൊടുത്തു. ഞാൻ വായിക്കാം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മറ്റ് ആദ്യത്തെ സർദാർ കെ എം പണിക്കർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റ് മലയാളികൾ ജി രാമചന്ദ്രൻ, ജി ശങ്കരക്കുറുപ്പ്, അബു എബ്രഹാം, കസ്തൂരി രംഗൻ, സുരേഷ് ഗോപി, പി ടി ഉഷ. എം എസ് സ്വാമിനാഥൻ ഉണ്ടോ? തമിഴ്നാട്ടിൽ. അപ്പൊ ഇപ്പൊ 7 ആയില്ലേ മൊത്തത്തില്? കറക്റ്റ് 7 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടാ. ഇനി അതിനുശേഷം ആരെങ്കിലും അറിയില്ല. സുരേഷ് ഗോപി അല്ലേ? പി ടി ഉഷ ലാസ്റ്റ്. പി ടി ഉഷയുടെ എന്തൊരു പ്രത്യേകത ഇല്ലായിരുന്നു, എന്തായിരുന്നു ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചെന്നോ? രാജ്യസഭ ചെയർമാൻ
മത്സരിച്ച് എന്താണ് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗമല്ലേ? അല്ല ഏതോ സ്പോർട്സ് കേട്ടില്ല. എന്താണ് അത്? രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം കണ്ടല്ലേ നിതീഷ്? ആ അതാണ്. ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി രാജ്യസഭ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? 52 ബീഹാറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാണ്. ലക്ഷ്മി എൻ മേനോൻ. ഇനി കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് രാജ്യസഭ അംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ്. ബീഹാറിൽ നിന്ന് 1952. പക്ഷെ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ഭാരതി ഉദയഭാനൂട്ട. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ ഡേ ഓഫ് പാർലമെന്റേറിയനിസം അല്ലെങ്കിൽ പാർലമെന്ററിസം എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് അറിയോ? ഐക്യരാഷ്ട്രസഭ ജൂൺ 30 ഇന്റർനാഷണൽ ഡേ ഓഫ് പാർലമെന്ററിസം ആചരിക്കുന്നത്. ജൂൺ 30. ഓക്കെ ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? അപ്പൊ ഈ രാജ്യസഭ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ആദ്യത്തെ കുറച്ച് പോയിന്റുകൾ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ലോക്സഭ അടുത്ത ദിവസം നോക്കാം. ഓക്കെ. ഈ പാർലമെന്റ് എന്ന പദം ഉത്ഭവിച്ചത് ഏത് വാക്കിൽ നിന്നാണെന്നാണ് നമ്മൾ പറഞ്ഞത്? പാർലർ എന്ന വാക്കിൽ. ഓക്കെ. ഏത് ഭാഗത്താണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർലമെന്റിനെ കുറിച്ച് 5th. ഇനി ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 99 മുതൽ 122 122 വരെ. ഇനി പാർലമെന്റിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ പറഞ്ഞത്? 79. അപ്പൊ 80ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? 81ാമത്തെ ആർട്ടിക്കിൾ ലോക്സഭ. ഇനി 1927 ജനുവരി 18 പ്രത്യേകത എന്താണ്? പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് ഏത് പ്രഭുവാണ് ഉദ്ഘാടനം ചെയ്തത്? ലോർഡ് ഇർവിൻ ആണ്. ഓക്കെ. ഇനി സെൻട്രൽ വിസ്ത പ്രൊജക്ട് എന്താണ്? പുതിയ പാർലമെന്റ് പ്രൊജക്ട് ആണ്. ഏത് കമ്പനിയാണെന്ന് മനസ്സിലായല്ലോ ഇത് ചെയ്യുന്നത്? നിർമ്മാണം. ഓക്കെ, അത് കിട്ടി. ഇനി കമ്പനീസ് ആക്ടിന്റെ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്? ദൈർഘ്യമേറിയ നിയമം. ഓക്കെ. ഇനി രാജ്യസഭയുടെ മറ്റു പേരുകൾ നമ്മൾ പറഞ്ഞു. 4 ഉപരിസഭ, സെക്കൻഡ് ചേംബർ, ഹൗസ് ഓഫ് എൽഡേഴ്സ് ഉണ്ട്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ. രാജ്യസഭ നിലവിൽ വന്നത് ഏപ്രിൽ 3. അപ്പം 52 മെയ് 13 പ്രത്യേകത എന്താണ്? ആദ്യത്തെ സെക്ഷൻ സമ്മേളനം നടന്നത്. അപ്പൊ 54 ഓഗസ്റ്റ് 23 പ്രത്യേകത എന്താണ്? രാജ്യസഭ എന്ന പേര് വന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു ആദ്യം, പിന്നെ രാജ്യസഭ എന്ന പേര് വന്നാണ്. ഓക്കെ. അപ്പൊ അതൊക്കെ. ഇനി രാജ്യസഭ തെരഞ്ഞെടുപ്പ് രീതി ഇന്ത്യ കടമെടുത്തത് ഒരു രാജ്യത്തു നിന്നാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതാ രാജ്യം? സൗത്ത് ആഫ്രിക്ക. അപ്പൊ അതൊക്കെ അത് കിട്ടി. ഇനി രാജ്യസഭയിലെ ചെയർമാനെയും ഡെപ്യൂട്ടി ചെയർമാനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്താ പറഞ്ഞു നമ്മള്? 89. അപ്പൊ ലോക്സഭ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 93. ഓക്കെ. അപ്പൊ അത് കിട്ടി. അതൊക്കെയാണ്. ഇനി രാജ്യസഭ നേതാക്കളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഭരണകക്ഷിന്റെ ഒരു ഇതായിരിക്കുന്നു. നിലവിലെ രാജ്യസഭയിലെ നേതാവാരാണെന്ന് നമ്മൾ പറഞ്ഞത്? പീയൂഷ് ഗോയൽ. ആദ്യത്തെ രാജ്യസഭാ നേതാവാരാണെന്നാ പറഞ്ഞത്? എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. ഇനി ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയിലെ നേതാവായിരുന്ന വ്യക്തി? മൻമോഹൻ സിംഗ്.
ഇനി സെക്രട്ടറി ജനറലിനെ കുറിച്ച് പറഞ്ഞു. രാജ്യസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആരാണെന്ന് പറഞ്ഞു നമ്മൾ? എസ് എൻ എസ് എൻ മുഖർജി. അപ്പൊ വി എസ് രമാദേവിന്റെ ഈ സെക്രട്ടറി ജനറലുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത്? സെക്രട്ടറി ജനറൽ ആദ്യ വനിത. ആ അപ്പൊ ബി എൻ ബാനർ സെക്രട്ടറി ജനറലായ ആദ്യ വനിത വി എസ് രമാദേവി. അപ്പൊ ബി എൻ ബാനർജിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ കാലം. ഇനി എസ് എസ് സൊഹോനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കുറച്ച് കാലമാണ്. നിലവിലെ രാജ്യസഭ സെക്രട്ടറി ജനറൽ ആരാണ്? മോഡി. ഇനി ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് രാജ്യസഭയിലെ ചെയർമാൻ എന്ന് ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിലെ ചെയർമാൻ എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 64. അത് 64. ഓക്കെ. ഇനി ഈ ദാരാ സിംഗിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്താണ്? നാമനിർദ്ദേശം ചെയ്ത നോമിനേറ്റ് ചെയ്ത ആദ്യമായിട്ട്. ഏത് വർഷമാണ് ദാരാ സിംഗിനെ നോമിനേറ്റ് ചെയ്തതെന്ന് അറിയോ? 2003. ഇനി നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു? 12 രണ്ടാമത്തെ. ഓക്കെ. മേരി കോമുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു? കായിക താരമാണ്. വനിത മൂന്നാമതാണോ? കായിക താരം മൂന്നാമതാണോ? പക്ഷെ വനിത ആദ്യം 2016. ഓക്കെ. നർഗീസ് ദത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ എന്താണ്? സിനിമാ നടി. പൃഥ്വിരാജ് കപൂറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്? പ്രസിഡന്റ് ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത വനിത ദേവിയാണ്. അപ്പൊ നമ്മളെ രാജ്യസഭയിലേക്ക് രുക്മിണി ദേവി അരുണ്ടേൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണെന്ന് നമ്മൾ പറഞ്ഞത്? സർദാർ കെ എം പണിക്കരാണ്. ഓക്കെ. എത്ര പേരുണ്ട് എന്നാ പറഞ്ഞ മലയാളികള്? നാമനിർദ്ദേശം 7 പേര്. 7 ആരൊക്കെയാണെന്ന് വെച്ചാല് സർദാർ കെ എം പണിക്കർ, ജി രാമചന്ദ്രൻ ഉണ്ട്, ജി ശങ്കരക്കുറുപ്പുണ്ട്, അബു എബ്രഹാം ഉണ്ട്, കസ്തൂരി രംഗനുണ്ട്, സുരേഷ് ഗോപി ഉണ്ട്, പി ടി ഉഷയുണ്ട്. ഓക്കെ. ഇനി രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത ഏത് സംസ്ഥാനത്ത് നിന്ന് ഏത് വർഷത്തിൽ നിന്നാണ് ഇവരെ? ബീഹാർ. ഓക്കെ. ഇനി എല്ലാ വർഷവും ജൂൺ 30 എന്തായിട്ട് ആചരിക്കുന്നു എന്നാണ് പറഞ്ഞത്? പാർലമെന്റ് ദിനം. ഐക്യരാഷ്ട്രസഭ പാർലമെന്ററിസം ഡേ ഓഫ് ഇന്റർനാഷണൽ ഡേ ഓഫ് പാർലമെന്ററിസം ആയിട്ട് ആചരിക്കുന്നതാണ് ഈ ജൂൺ 30. ഓക്കെ. അപ്പോ ഇന്നത്തെ നമ്മൾ പാർലമെന്റിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഓക്കെ. ഇനി ജസ്റ്റ് ഞാനിത് ഒന്ന് രാജ്യസഭാ സീറ്റുകൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾ എത്ര ഉണ്ടെന്നൊന്നും പറയാം. മെയിൻ ആയിട്ടുള്ളത് ഉത്തർപ്രദേശ് 31. ഓക്കെ. പിന്നെ രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? മഹാരാഷ്ട്ര 19. തമിഴ്നാടാണ് മൂന്നാമതായിട്ട് വരുന്നത് 18. പിന്നെ ബീഹാറും പശ്ചിമ ബംഗാളും 16 വീതം. കർണാടക 12. ആന്ധ്രാപ്രദേശ് 11. ഒരു 3 എണ്ണം 11 ഉണ്ട്. ആന്ധ്രാപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. ഇവിടെ എല്ലാം 11 വീതമാണ്. രാജസ്ഥാനും ഒഡീഷയും 10 വീതം. കേരളം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത്? 9. പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള ആസാമിൽ 7 എണ്ണം ഉണ്ട് കേട്ടോ. ഓക്കെ. 7 എണ്ണം ഉണ്ട്. പിന്നെ മേഘാലയ 1, ത്രിപുര 1, പഞ്ചാബിലും 7 എണ്ണം ഉണ്ട്, സിക്കിം 1, തെലുങ്കാന 7 എണ്ണം, മിസോറം 1, ജാർഖണ്ഡിൽ 6 എണ്ണം ഉണ്ട്. അരുണാചൽ പ്രദേശ് എത്രയായിരിക്കും? 1. നാഗാലാൻഡ് എത്രയായിരിക്കും? 1. മണിപ്പൂർ എത്രയായിരിക്കും? 1. ഗോവ എത്രയായിരിക്കും? 1 തന്നെ.
ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും 3 വീതമുണ്ട്. ജാർഖണ്ഡിൽ 6, ഛത്തീസ്ഗഡിൽ 5. ഓക്കെ. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ജമ്മു കാശ്മീരിൽ 4, ഡൽഹിയിൽ എത്രണ്ണമാണ് നമ്മൾ പറഞ്ഞത്? 3. പോണ്ടിച്ചേരിയിലോ പുതുച്ചേരിയിൽ? ഒരെണ്ണം. ഒന്നല്ലേ? ആ 1. ഓക്കെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരിയാന എത്രയാ? ഹരിയാന പറഞ്ഞോ? ചേച്ചി പറഞ്ഞോ. ഹരിയാനയാ? ഹരിയാന 5. ഹരിയാന പറഞ്ഞില്ലല്ലോ. ഹരിയാന 5. ഹരിയാന വിട്ടുപോയതൊന്നു. ഹരിയാന 5. ഹരിയാനയും ഛത്തീസ്ഗഡ് 5. ആ ഹരിയാന ഛത്തീസ്ഗഡ് 5 കേട്ടോ. എന്താക്കട്ടെ? ഓക്കെ. ആ എൻ്റെ ഒന്ന് ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ.